നമസ്കാരം. ഇന്ന് പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വാർത്താസന്ധ്യയിൽ ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. 24 ബിഗ് ബ്രേക്കിംഗ്. പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ കർശന നടപടിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. അടുത്തയാഴ്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി പ്രതികരിച്ചു. അതേസമയം പോലീസ് ക്രൂരതകളിൽ തുറന്നുപറച്ചിലുമായി കൂടുതൽ പേർ രംഗത്തെത്തി. പോലീസ് സേനയ്ക്കാകെ നാണക്കേടായ കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഇതാദ്യമായാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രതികരണം. കുന്നംകുളം പീച്ചി മർദ്ദനങ്ങളിൽ ഉൾപ്പെടെ നടപടി ഉറപ്പാക്കുമെന്ന് DGP 24നോട്. ഏത് പരാതി കിട്ടുവാണെങ്കിലും നമ്മൾ അതിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗവൺമെന്റ് തന്നെ നോക്കുന്നതാണ്. ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. പോലീസ് ക്രൂരതയ്ക്കെതിരെ ഇന്നും കൂടുതൽ പേർ രംഗത്തെത്തി. മകൾ ആലപ്പുഴയിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ആലപ്പുഴ DYSP മധുബാബു വലിച്ചെറിഞ്ഞെന്ന് മാതാവ് സെലീന. അവനെ പിടിച്ച ഒരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്. കോട്ടയത്ത് പരാതി പറയാനെത്തിയ പ്രമേഹബാധിതനായ തന്നെ തൃക്കൊടിത്താനം മുൻ SHO അനൂപ് കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയെന്ന് ചങ്ങനാശ്ശേരി സ്വദേശി ബിജു തോമസ്. കാലുകൊണ്ട് ബലമായിട്ട് എൻ്റെ ഇടത്ത് കാലെ ചവിട്ടിപ്പിടിക്കുകയും എന്നെ പുറമോട്ട് തെള്ളുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഭിത്തിയിലോട്ട് വീണു കഴിഞ്ഞപ്പം എനിക്ക് കാലിനകത്ത് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായി. കോവിഡ് കാലത്ത് വയനാട് തലപ്പുഴ SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് യുവാക്കൾ രംഗത്തെത്തി. തലപ്പുഴ സ്വദേശി ഇക്ബാലുദ്ദീൻ, ഷമീർ എന്നിവരാണ് പരാതിക്കാർ. അറിയാതെ വന്നിട്ട് ഒരൊറ്റ ഇടിയാന്നു അടിവായിരുന്നു. പിന്നെ ഈ ഇവിടെ അടിച്ചിട്ട് ഈ എല്ലാം പൊട്ടിപ്പോയിട്ട് ഇപ്പോഴും എനിക്കത് പ്രശ്നം. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് മറയൂർ SI മാഹിൻ സലീമും മണ്ണുത്തി CI ബൈജുവും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. വാർത്തയായതോടെ മാഹിൻ സലീം പോസ്റ്റ് പിൻവലിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഫയർഫോഴ്സ് മേധാവി DGP യോഗേഷ് ഗുപ്തയ്ക്ക് കുരുക്കുമുറുക്കി സർക്കാർ. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകും. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്ന ആരോപണത്തിലാണ് ഉന്നതതല അന്വേഷണം. KM എബ്രഹാമിന്റെ കേസിലെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. ഇതിനിടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയില്ല. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകണം എന്നാണ് നിർദ്ദേശം. ഈ മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരാനിരിക്കെ വീണ്ടും പ്രകോപനവുമായി ഇസ്രായേൽ. ഖത്തറിൽ ഇന്നലെ പരാജയപ്പെട്ട ദൌത്യം പൂർത്തീകരിക്കും എന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി. ഖത്തർ ആക്രമണം ഇസ്രായേൽ സൈനിക മേധാവിയുടെയും മൊസാദ് മേധാവിയുടെയും എതിർപ്പ് അവഗണിച്ചാണെന്നും റിപ്പോർട്ടുകൾ പറയും. പശ്ചിമേഷ്യയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം പുകയുകയാണ്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ വിമർശിച്ചു. ആക്രമണം അംഗീകരിക്കാനാകാത്തതാണെന്ന് ഫ്രാൻസും ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി. ചൈന, റഷ്യ, ഇറ്റലി, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എന്നീ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു. ജോർദാനിലെ കിരീടാവകാശി ഹുസൈനും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഇന്ന് ദോഹ സന്ദർശിക്കുന്നുണ്ട്. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നാളെ ദോഹയിലെത്തും. എന്നാൽ ഖത്തറിൽ ഇന്നലെ പരാജയപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾ എവിടെയായിരുന്നാലും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ സൈനിക മേധാവിയും മൊസാദ് മേധാവിയും ഖത്തർ ആക്രമണ പദ്ധതിയെ എതിർത്തിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. എതിർപ്പിനെ അവഗണിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആക്രമണത്തിന് ഉത്തരവിടുകയായിരുന്നുവെന്ന് ഇസ്രായേൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കും. അൾജീരിയയുടെയും പാകിസ്ഥാന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് യോഗം വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പുതുതലമുറയുടെ ജൻസി പ്രക്ഷോഭത്തിൽ ഉലഞ്ഞ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നു. രാജ്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് ഭരണ ചുമതല നൽകാൻ ധാരണയായി എന്നാണ് വിവരം. സംഘർഷം അയഞ്ഞതോടെ കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാർ പിടിയിലായി. ക്രമസമാധാന നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതു മുതൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. രാത്രി മുതൽ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ സേനാവിന്യാസം ശക്തമാക്കി. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൌഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുമ്പോൾ താൽക്കാലിക ഭരണ സംവിധാനത്തിനുള്ള ചർച്ചകൾ സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ച് പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തിറങ്ങി.
സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതോടെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാർ പിടിയിലായി. ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നേപ്പാൾ മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹുവും ജയിൽ ചാടിയവരിൽ ഉൾപ്പെടുന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവരിൽ എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിക്കിടക്കുന്ന 12 അംഗ സംഘം സുരക്ഷിതരാണ്. എന്നാൽ ഇവരുടെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ മാസം 3-ാം തീയതിയാണ് എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ MSW വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും നേപ്പാളിലേക്ക് പോയത്. നേപ്പാൾ കാഠ്മണ്ഡുവിലെ സ്റ്റുഡൻസ് എക്സ്പോയിൽ പങ്കെടുക്കാനാണ് പ്രൊഫസർ ലാലു പി ജോയുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം ഈ മാസം 6-ന് നേപ്പാളിലെത്തിയത്. എത്തിയ ദിവസം ഇന്റർനെറ്റ് ലഭിക്കില്ലെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. കലാപത്തെ തുടർന്ന് കോളേജ് അധികൃതർ ഇവരെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറ്റി. ഇപ്പം ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സേഫ് ഹൗസ് ആണ്. ഞങ്ങൾ എംബസിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എംബസിയിൽ വിളിച്ച സമയത്ത് അവർ ആദ്യം എൻക്വയറി ചെയ്തത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടോ എന്നാണ്. അപ്പൊ ഷെൽട്ടർ ഉണ്ട് ഞങ്ങൾക്ക് നിൽക്കാനെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പറ്റുന്ന അത്രയും സമയത്തേക്ക് ആ സേഫ് ഹൗസിൽ നിൽക്കുക എന്നുള്ളതാണ്. നിലവിൽ സുരക്ഷിതരാണെങ്കിലും സംഘത്തിന്റെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ മാസം 14-ന് ഖൊരഗ്പൂരിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ട്രെയിൻ. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് സംഘത്തിന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള കുട്ടികളാണ് സംഘത്തിലുള്ളത്. സൂര്യശ്രീ, 24 കൊച്ചി. 2 ദിവസങ്ങൾക്കു ശേഷമാണ് കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും തുറന്നത്. എയർ ഇന്ത്യയുടെ വിമാനമാണ് ആദ്യമായി ഇവിടെ നിന്ന് പറന്നുയരുക. വിമാനത്താവളം തുറന്നതോടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് തിരികെ വരാനാകും. കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് മലയാളിയായ ഡോക്ടർ ജോബി ഇലക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 ദിവസത്തെ അൺസർട്ടനിറ്റിക്ക് ശേഷം കാഠ്മണ്ഡു ഇന്റർനാഷണൽ എയർപോർട്ട് വീണ്ടും സജീവമാകുമ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരിക്കും. ഇന്ത്യൻ എംബസി അറേഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ നേപ്പാൾ ആർമിയുടെ എസ്കോർട്ടോടുകൂടി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്കായിരിക്കും ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. 8 മണിക്കായിരിക്കും ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഫ്ലൈറ്റാണ്. നാളെ മുതൽ നോർമൽ ഫ്ലൈറ്റ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എംബസി ഒഫീഷ്യൽസും എയർപോർട്ട് അതോറിറ്റി ആളുകളും അറിയിച്ചിരിക്കുന്നത്. നേപ്പാളിലെ ആർമി വളരെ നല്ല ഒരു ജോലിയാണ് ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. പുറമെ അൺറസ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആർമിയുടെ എസ്കോർട്ടോടുകൂടിയാണ് ഇന്ത്യൻ എംബസി ആളുകളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആളുകളുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഗൂഢാലോചനയെന്ന് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴി. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. അതേസമയം കൊച്ചിയിലെ യുവനടിയുടെ പ്രാഥമിക മൊഴിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുലിനെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഗൂഢാലോചന ആരോപിച്ച് പരാതി നൽകിയത്. രാഹുലിനെതിരെയുള്ള അന്വേഷണ സംഘത്തിന് ഈ പരാതിയും കൈമാറിയിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി വനിതാ നേതാവ് മൊഴി നൽകി. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചനയിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പങ്ക് അന്വേഷിക്കണമെന്നും മൊഴിയിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിലെ യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. പരാതികളിൽ നിയമപരമായ അന്വേഷണം നടക്കുകയാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കിട്ടിയ പരാതികളിനെ വെച്ചിട്ടാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസുള്ള സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ആ പരാതിയിലെ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ നിയമത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിന് കാര്യം ചെയ്യുന്നതാണ് നടക്കുന്നുണ്ട്. അതിലേക്ക് അതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ 4 സുഹൃത്തുക്കളെയും പുതുതായി പ്രതി ചേർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ നേതാവ് നൂബിൻ, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി എന്നിവരെയാണ് പ്രതി ചേർത്തത്. വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
സംസ്ഥാന കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ചൊല്ലി പുതിയ പോര്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ സൈബർ ആക്രമണത്തിൽ മൌനം പാലിക്കുകയാണ് പ്രമുഖ നേതാക്കൾ. സൈബർ ആക്രമണം വലിയ കാര്യമല്ല എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ചോദ്യത്തോട് കൈകോപ്പൽ മാത്രമായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. മറ്റെല്ലാം മാറ്റിവെച്ച് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ നടത്തുന്ന പ്രചാരണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്ര സൈബർ അറ്റാക്കുകൾ എന്ന് സൈബർ ആക്രമണത്തിൽ വലിയ കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെ സൈബർ ആക്രമണം നടത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ കാര്യമൊന്നുമില്ല. സൈബർ കോൺഗ്രസിന്റെ തലപ്പത്ത് മാറ്റം വരുമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ മറുപടി. കോൺഗ്രസ് പ്രവർത്തകരുടെ സമൂഹമാധ്യമ ഹാൻഡിലുകൾ സർക്കാരിനെതിരെ തിരിയണമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ. അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും വിമർശിച്ചുകൊണ്ടാണ് സൈബർ പോര് മുന്നോട്ട് പോകുന്നത്. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലും സ്പോൺസർഷിപ്പിലും സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്തെന്നും ആർക്കാണ് പരിപാടി നടത്തണമെന്ന ആവശ്യമെന്നും കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ബോർഡിനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി. മതേതര സർക്കാരിന് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താനാവുക എന്നതായിരുന്നു ഹർജിക്കാരുടെ ചോദ്യം. ഹർജി അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൊട്ടാരം പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അടുത്തയാഴ്ചയുടെ തീരുമാനം എന്നാണ് കൊട്ടാരം പ്രതിനിധികളുടെ പ്രതികരണം. ഇന്ന് രാവിലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗങ്ങളും പന്തളം കൊട്ടാരത്തിലെത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ചിലവ് സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് വഴിയും കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പന്തളം കൊട്ടാരം സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം കൊട്ടാരം പ്രതിനിധികൾ ഉന്നയിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. കഴിഞ്ഞ 5 വർഷമായി ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ. അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനോട് രാജകുടുംബത്തിന് അതൃപ്തിയുള്ളതായാണ് സൂചന. എന്നാൽ ഇത് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കേണ്ട എന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. ബഹുഭാര്യത്വം ഉൾപ്പെടെയുള്ള വിവാദ പരാമർശങ്ങളിൽ സമസ്ത മുശാവറയംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ തള്ളി സമസ്ത നേതൃത്വം. സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രസ്താവനകൾ സമസ്തയുടെ നയമല്ല എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത മുശാവറയംഗം പദവിയുടെ മാന്യത പുലർത്തണമെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും തുറന്നടിച്ചു. മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഭാര്യയ്ക്കൊപ്പം വൈഫ് ഇൻചാർജുമാരും ഉണ്ട് എന്നായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന. അധിക്ഷേപ പരാമർശത്തിൽ നദ്വിയെ പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥ. ഇത്തരം പ്രസ്താവനകൾ സംസ്ഥയുടെ നയമല്ലെന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, MLA-മാരും പിന്നെ MP-മാരും മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിചയമൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായി? അതതിനെ പറ്റി പറയാനുള്ളൂ. നദ്വിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും രംഗത്തെത്തി. പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണമെന്നും മുഷാവറ അംഗം വാക്കിൽ സൂക്ഷ്മത പാലിക്കണമെന്നും ഉമർ ഫൈസി പറഞ്ഞു. സമസ്തക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും MLA-മാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ലതില്ലേ, എല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മുഷാവറ യോഗത്തിനെത്തിയ ബഹാവുദ്ദീൻ നദ്വി വിവാദ പരാമർശത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. 24 കോഴിക്കോട്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും.
രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം ഒക്ടോബർ മുതൽ തുടങ്ങാൻ ആലോചന. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ മുന്നൊരുക്കങ്ങൾ ചർച്ചയായി. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി SIR തുടങ്ങും എന്നാണ് സൂചന. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, എന്നാലും വോട്ടർ പട്ടിക പരിഷ്കരണം ഒക്ടോബർ മുതൽ തുടങ്ങാൻ ആലോചനയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്? പ്രവിത, ഈ ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന മൂന്നാമത്തെ നിർണായക യോഗമാണിത്. ഇത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ചീഫ് ഇലക്ടർ ഓഫീസർമാരായിരുന്നു ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തത്. പ്രധാനമായും ചർച്ചയായത് രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്, നിലവിലുള്ള അവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രധാനമായും ചർച്ചയായത്. 3.5 മണിക്കൂറോളം ഇന്നത്തെ ചർച്ചകൾ നീണ്ടു. അതിൽ ചില വർക്ക്ഷോപ്പുകളും ഉണ്ടായിരുന്നു. നിലവിൽ ഈ സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് CEO മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചോദിച്ചത് പ്രധാനമായും സംസ്ഥാനങ്ങളിൽ എത്ര സമയം വേണ്ടിവരും ഇതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്താൻ, ഈ രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ എന്നതാണ്. ഉദ്യോഗസ്ഥർ അറിയിച്ചത് സെപ്റ്റംബർ മാസത്തോടെ, ഈ മാസത്തോടെ തന്നെ അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക്, അതിന്റെ ഒരു അടിസ്ഥാന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. അടുത്ത മാസം മുതൽ ഇതിന്റെ പ്രാരംഭഘട്ടം തുടങ്ങാൻ കഴിയുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലോ ഇത് നടത്താൻ അങ്ങനെ ഒരു പ്രഖ്യാപനം വരാനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. നിലവിൽ ബീഹാറിൽ മാത്രമാണ് ഇത്തരത്തിലൊരു വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഇത് വിവാദങ്ങളൊക്കെ ഉയർന്നതിന് പിന്നാലെ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ അതിൽ മരിച്ചവരുടെ ഒപ്പം തന്നെ ഇരട്ടിപ്പ് പേരുള്ളവരുടെ, സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരുടെ പേരുകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ഇതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് രാജ്യവ്യാപകമായി ഇത്തരത്തിലൊരു നടപടി വേണം എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരുന്നത്. മാത്രമല്ല എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് ഒരു വോട്ടറിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയായി. എന്തായാലും വരുന്ന അടുത്ത യോഗത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടത്താൻ കഴിയും എന്നുള്ളൊരു കാര്യത്തിൽ ധാരണയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിന്റെ മുൻഗണനയിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണനയില്ല എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന വിമർശനം. ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനാവസ്ഥയിലാണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഫസ്റ്റ് ഓൺ 24. സർക്കാരിന്റെ വികസന നയത്തിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണനയില്ല എന്നതാണ് CPI മുന്നോട്ട് വെക്കുന്ന പ്രധാന വിമർശനം. സർക്കാരിലെ ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനത്തിലാണ്. കർഷക ക്ഷേമ ബോർഡ് പ്രഖ്യാപനം മാത്രമായി മാറി. ബോർഡിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. നെല്ലിന്റെ സംഭരണവില നൽകാത്തതിലും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. പൊതുമേഖലയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കുന്നത് എല്ലാ നിയമങ്ങളും മറികടന്നാണെന്നും പ്രവർത്തന റിപ്പോർട്ട് വിമർശിക്കുന്നു. BJPയുടെ തൃശൂരിലെ ജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വന്ന നിഷേധാത്മക മാറ്റമാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വിമർശിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇനിയും വൈകിക്കൂടെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നുണ്ട്. സഹകരണ മേഖലയിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി P. പ്രസാദിനെ രാഷ്ട്രീയ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നുമുണ്ട്. മന്ത്രി P. പ്രസാദിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം ഗവർണറുടെ സംഘപരിവാർ അജണ്ട തുറന്നു കാണിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ ബേഡനെ അറസ്റ്റ് ചെയ്തു. എറണാകുളം തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി പൂർത്തിയാക്കി വിട്ടയച്ചു. കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി. കേസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസല്ലേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും. ഞാൻ എല്ലാം പറയും. എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാൻ വന്നിട്ട് എവിടെ പോകാനാണ്, എല്ലാത്തിനും ഞാൻ ഹാജരായിരിക്കും. ഇതിനിടെ റാപ്പർ ബേഡനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ മദ്യപ സംഘത്തിന്റെ പരാക്രമം. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം, കോഴിക്കോട് സ്വദേശികൾക്കാണ് രോഗബാധ. ഒരേ സമയം ആശങ്കയും ആശ്വാസവുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരബാധിതരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പേർ രോഗമുക്തരായത് ആശ്വാസം നൽകി.
അതേസമയം ഇന്നിപ്പോൾ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിയാണ് ഒരാൾ. ഇന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കോഴിക്കോട് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 11 ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 24 കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ അടിയന്തര യോഗം വിളിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് പിന്നിൽ നൈജീരിയയിലെ ബയാഫ്ര വിഘടനവാദികളെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുന്ന കാര്യവും പരിഗണനയിലാണ്. 24 ബ്രേക്കിംഗ്. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന കാര്യം പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നും വിസയും പാസ്പോർട്ടുമില്ലാതെ ഇന്ത്യയിൽ തങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നൈജീരിയയിൽ നിന്നും ലഹരി മാഫിയ സംഘം വൻതോതിൽ ഇന്ത്യയിലെത്തിയെന്നും വിവരമുണ്ട്. നൈജീരിയയിലെ ബിയാഫ്ര വിഘടനവാദികളാണ് ഇന്ത്യയിലെത്തിയത് എന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്ഥിരീകരിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് ഹരിയാനയിൽ പോയി പിടികൂടിയ നൈജീരിയക്കാരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് കിട്ടിയത് നിർണായക വിവരങ്ങളാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ 10ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലായാണ് നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി നറുക്കെടുപ്പ് നടത്തിയത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയിക്ക് ലഭിക്കുക. വളാഞ്ചേരിയിലെ നിവേദ് കെ ആണ് 10ാം ദിവസത്തെ വിജയി. കൂപ്പൺ നമ്പർ 38357. നന്ദിലത്ത് ജിമാർട്ട് വളാഞ്ചേരി ബ്രാഞ്ചിലുള്ള നിവേദനാണ് അവസാനത്തെ വിജയായി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ വാർത്താ സന്ധ്യയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതിയിലെ സേർന്ന പരിപാടിയുമായി എത്തുന്നു. നമസ്കാരം.